ദേശീയഗീതത്തോട് അനാദരവ് തുടർന്ന് സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗിന് വഴങ്ങി. കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ നിന്നും വന്ദേമാതരം ഒഴിവാക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒന്നിലും വന്ദേമാതരം ആലപിച്ചില്ല. വിദ്യാർത്ഥികളെയും വന്ദേമാതരം പാടാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. വന്ദേമാതരം റിഹേഴ്സൽ നടത്തിയ ശേഷമാണ് ആലപിക്കാൻ അനുവദിക്കാതിരുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാർത്ഥികളെ വിലക്കിയത്. വിവരങ്ങളുമായി ശാലിനി നമുക്കൊപ്പം ചേരുകയാണ്. ശാലിനി, സർക്കാർ ചെയ്തത് തെറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ, അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്, ആ കുട്ടികളെ പോലും വിലക്കി എന്നുള്ളതാണ് വളരെ ഗുരുതരമായ അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. പ്രത്യേകിച്ച് ലീഗ് കൈയാളുന്ന വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട്. പറയൂ ശാലിനി, എന്താണ് സംഭവിച്ചത്? രാഖി, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പരിപാടികൾ തുടങ്ങിയത്. സാധാരണഗതിയിൽ വന്ദേമാതരം അവിടെ ആലപിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ പ്രോട്ടോകോളൊക്കെ പ്രകാരം ദേശീയ ഗാനത്തിന് മുൻപ് ദേശീയ ഗീതം പാടുക എന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ പരിപാടിയിൽ ഒരിടത്തും അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളിൽ വന്ദേമാതരം ആലപിക്കുന്നതായി ഷെഡ്യൂൾ ചെയ്തില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പിഴവ് എന്നുള്ളത്. പിന്നീട് ആ പരിപാടിയുടെ ഔദ്യോഗിക ഘട്ടങ്ങളിലൊന്നും തന്നെ വന്ദേമാതരം ആലപിച്ചില്ല. ഒരു വരി പോലും അവിടെ ആലാപനം നടത്തിയതുമില്ല. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഈ വന്ദേമാതരം ഇല്ല എങ്കിൽ പോലും പല സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അവിടെ ദേശീയ ഗീതങ്ങളും ദേശീയ ഗാനങ്ങളും ഒക്കെ ആലപിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കാറുണ്ട്. മാസങ്ങളോളം റിഹേഴ്സൽ നടത്തി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് പങ്കെടുപ്പിക്കുന്ന പരിപാടിയാണ്. അവിടെയും ഇത്തവണ വന്ദേമാതരം അവഗണിക്കുന്ന നിലപാടാണ് സതീശൻ സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. മുൻപൊക്കെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് പുരസ്കാരങ്ങളൊക്കെ നൽകിയതിനു ശേഷം മുഖ്യമന്ത്രി മടങ്ങാറുണ്ട്. പക്ഷേ ഇത്തവണ മുഴുവൻ സമയവും മുഖ്യമന്ത്രി വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന അതേ സമയം തന്നെയാണ് 3 ദേശീയ ഗീതങ്ങൾ ഉൾപ്പെടെ 3 ഗാനങ്ങളാണ് ഈ സ്കൂളുകളുടെ വിദ്യാർത്ഥികൾക്കായി ആലപിക്കാനായി തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ റിഹേഴ്സലുകൾ എല്ലാം നടന്നതാണ്. എന്നിട്ടും ഒരു അസാമി ഗാനവും മറ്റൊരു മലയാളം ഗാനവും മാത്രം പാടിക്കൊണ്ട് ഈ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഈ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് മാസങ്ങളോളമായി പ്രാക്ടീസ് ചെയ്തിരുന്നു, എന്നിട്ടും അവസാന നിമിഷം ഇത് പാടണ്ട എന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അധ്യാപകരോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗാനാലാപനം അവിടെ വേണ്ട എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ നമുക്ക് നിർദ്ദേശം ലഭിച്ചതാണ്. പൊതുവിദ്യാലയങ്ങളിലൊന്നും തന്നെ ഇത്തവണ ഈ സ്വാതന്ത്ര്യദിനാഘോഷം അതിൻ്റെ 80ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു വന്ദേമാതരം ആലപിച്ചുകൊണ്ടുള്ള ഒരു നടപടി വേണ്ട എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് കൂടി സ്വീകരിച്ച നിലപാടാണ്. എന്തായാലും നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളത്. അതേ നിലപാട് വന്ദേമാതരത്തെ അവഗണിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് അകറ്റി നിർത്തിക്കൊണ്ട് ഈ എന്തായാലും ലീഗിന് വഴങ്ങി സംസ്ഥാന സർക്കാർ, VD സതീശൻ സർക്കാർ വന്ദേമാതരത്തെ അവഹേളിക്കുന്നു. ഒപ്പം തന്നെ അത് കുട്ടികളെ പോലും പാടുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് അനാദരവ് കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ശാലിനി റിപ്പോർട്ട് ചെയ്തത്.